ഇന്നത്തെ ദിവസം ആകെ ഒരു കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും ഹാഫ് kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അപ്പോൾ ഇന്നത്തെ കേക്ക് ഹാഫ് kg ബ്ലാക്ക് ഫോറസ്റ്റ് മാത്രമായിരുന്നല്ലോ. അപ്പം അതിൻ്റെ കൂടെ പിറ്റേന്നത്തെ കേക്കും കൂടി ഉള്ളത്, അതിൻ്റെ സ്പഞ്ചും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാം സെറ്റാക്കി ഓവനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മാക്രോൺസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇടയിലൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റെസ്റ്റിംഗ് മെത്തേഡിലാണ് കേട്ടോ മാക്രോൺസ് റെഡിയാക്കൽ. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾക്ക് കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് നല്ല തണുത്തിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം ക്രംസ് ഒന്നും അധികം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു സമയം ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഹാഫ് kg ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ കൂടെ. അപ്പോഴാണ് ഒരു കേക്കിൻ്റെതും കൂടെ വന്നത്. അപ്പം നേരത്തെ തന്നെ പിറ്റേന്നത്തേക്കുള്ള കേക്കിൻ്റെ സ്പഞ്ച് ആക്കി വെച്ചതുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഓർഡറും കൂടി കൺഫേം ആക്കി. അത് 1 kg ടോൾ കേക്കായിട്ട് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മാക്രോൺസ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വൃത്തിക്ക് പാളിക്കുന്നു. ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി. അപ്പം ക്രാക്സൊക്കെ വന്നിട്ട് ഫീഡ്സൊക്കെ പെർഫെക്റ്റാണ്, പക്ഷേ ക്രാക്സ് വന്നിട്ട് അതൊരു ഷേപ്പ്ലെസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. അപ്പം ഈ മാക്രോൺസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റെസിപ്പിക്കല്ല പ്രശ്നം വരിക. നമ്മൾ എടുക്കുന്ന മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷേ വേറെ എന്തെങ്കിലും ചെറിയ ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മാക്രോൺസിൽ കാണും കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം എല്ലാ കേക്കും ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പം അതിനുള്ള ഫൈനൽ കോട്ടിങ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാ കേക്കും സിമ്പിളായിട്ട് ചെയ്ത കേക്ക് തന്നെയാണ്. ബ്രൈഡൽ ഷവറിൻ്റെ കേക്ക് മാത്രമേ ഡിസൈൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കേക്ക് ആനിവേഴ്സറി തീമിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പം ഡിസൈന് സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും കേക്ക് സിമ്പിൾ ലുക്കിൽ കാണാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കേക്കിൻ്റെ ലുക്കൊന്നും പ്രത്യേകിച്ച് ഡിസൈനൊന്നും പ്രത്യേകിച്ച് കസ്റ്റമർ പറയാത്തൊരു കേക്കാണെങ്കിൽ മാക്സിമം അത് സിമ്പിളായിട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ റൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഫോണ്ടനിൽ 2 ഹാർട്ട്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ടും ഒന്ന് നേരെയും അങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കൊരു ബോ കെട്ടിയിട്ട് അതൊന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഷുഗർ ബോൾസും ഒക്കെ കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ലുക്ക് അങ്ങോട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ആ കേക്കിൽ ആ ബോ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതായിട്ട് തോന്നി. അപ്പോൾ അത് മാറ്റിയിട്ട് അത് ചെറിയ ബോ ആക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഹാഫ് kg ആണല്ലോ കേക്ക്, അപ്പോൾ വലിയ ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ചെറിയ ബോ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി രണ്ടാമത്തെ കേക്ക് ഒരു ബേബി ഷവറിന് വേണ്ടിയിട്ട് ചെയ്ത കേക്കാണ്. അതും സിമ്പിൾ ഡിസൈൻ തന്നെയാണ്. പിങ്ക് ബ്ലൂ ഒരു ലൈനായിട്ട് കൊടുത്തിട്ട് റൈറ്റിങ് എഴുതുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം പിങ്കും ബ്ലൂ കളറും ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കളർ കൊടുത്തിട്ട് അത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ മേലേക്ക് റൈറ്റിങ്ങും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ, അതും കൂടെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ആ ഒരു കളർ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം താഴെ കൊടുത്തത് കുറച്ച് ബ്രൈറ്റ് കളറും നമ്മൾ എഴുതുന്നത് ഒരു ലൈറ്റ് കളറും ആണല്ലോ. അപ്പോൾ ആ ഒരു കളറ് ഫെയ്ഡായിട്ട് താഴെ കൊടുത്ത കളറുമായിട്ട് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നും കൂടെ എഴുതിയതിൻ്റെ മേലെ ഒന്നും കൂടെ എഴുതിയാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് കേക്ക് അത് ബ്രൈഡൽ ഷവറിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതും കസ്റ്റമർ ഡിസൈൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതും സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പം ആ ഒരു കളർ തീമിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. ഫ്ലവേഴ്സ്, ടോപ്പേഴ്സ്, പിന്നെ ഒരു സൈഡിലൊരു ഒരു ബോ ഒക്കെ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഗോൾഡൻ ഫ്ലേക്സും ഒക്കെ കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. ചില ദിവസം എങ്ങനെയാണ് ഓർഡർ ഇല്ലാത്തൊക്കെ ഒരു ദിവസം നമ്മൾ മടി പിടിച്ചിരിക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഓർഡേഴ്സൊക്കെ ഇങ്ങനെ വരലുണ്ട്. അപ്പം ഇതിലേത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.